ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമം തന്നെ ഇല്ലാതായിരിക്കുകയാണ് വയനാട്ടിൽ. ജില്ലയിലെ ഉൾപ്രദേശമായ മുണ്ടക്കൈയിലാണ് ഇന്ന് പുലർച്ചെയോടെ ദുരന്തം വിതച്ച് വൻ ഉരുൾപൊട്ടലുണ്ടായത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന പലരും കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും മുൻപേ പലരും വെള്ളത്തിലും ചെളിയിലും മുങ്ങി. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഇന്ന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ 45 പേർ മരിച്ചതായാണ് സ്ഥിരീകരണം വന്നിരിക്കുന്നത്. നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി ലഭിച്ച നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കാണിത്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. അതിനിടെ ദുരന്തമുഖത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്ന നിലവിളികൾ ആരുടെയും നെഞ്ചുലയ്ക്കുന്നതാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ഞങ്ങളെ രക്ഷിക്കണേ, ശ്വാസം കിട്ടണില്ല, മണ്ണിനടിയിലാണ് എന്ന വീട്ടമ്മയുടെ കരച്ചിൽ ഹൃദയഭേദകമാണ്. ചൂരൽമല ടൗണിലെ ഒരു വീട്ടിൽ ഭർത്താവും മകളും അകപ്പെട്ടതായി കരഞ്ഞു പറയുകയാണ് പ്രദേശവാസിയായ ഒരു വീട്ടമ്മ. ആരെങ്കിലും ഓടി വരണേ, ഞങ്ങളുടെ വീട് പോയി, കൂടെയുള്ളയാളെ രക്ഷിക്കാൻ പറ്റുന്നില്ല, ചെളിയുടെ ഉള്ളിലാണ്, അവർക്ക് ജീവനുണ്ടോ എന്നറിയില്ല, മണ്ണിന്റെ ഉള്ളിലാണ്, ചെളിയാണ് വായിലൊക്കെ, എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷിക്കണം എന്ന് വിലപിക്കുകയാണ് മറ്റൊരു വീട്ടമ്മ. മുണ്ടക്കൈയിൽ ഒരുപാട് ആൾക്കാർ മണ്ണിനടിയിലാണ്. രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ പരക്കം പായുകയാണ്. വണ്ടിയെടുത്ത് ആരെങ്കിലുമൊക്കെ മേപ്പാടി ഭാഗത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വേഗം വരി എന്ന് ഫോണുകളിലൂടെ വയനാട്ടുകാർ കരഞ്ഞു പറയുന്നു. വല്ലാത്തൊരു ഗതികേടിലാണ് അവിടെ ഒറ്റപ്പെട്ടുപോയ മനുഷ്യർ. ഇന്ന് രാവിലെയോടെയാണ് മുണ്ടക്കൈയിലെ വൻ ദുരന്തത്തിന്റെ വ്യാപ്തി പുറം ലോകം അറിയുന്നത്. നേരം വെളുത്തപ്പോൾ മുണ്ടക്കൈ എന്ന പ്രദേശം തീർത്തും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. 400-ലേറെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം തരിപ്പണമായി. പ്രദേശത്തെ പല കുടുംബങ്ങളെയും ഇപ്പോഴും കാണാനില്ലെന്നും ഇവരെ ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. നേരം വെളുത്തപ്പോഴാണ് ചൂരൽമല അങ്ങാടി തന്നെ ഏറെക്കുറെ മണ്ണിനടിയിലായ വിവരം പുറം ലോകം അറിയുന്നത്. ചൂരൽമല സ്കൂളിനോട് ചേർന്ന പുഴ ഒഴുകുന്നുണ്ട്. മലവെള്ളപ്പാച്ചിലിൽ പുഴ ഗതിമാറി ഒഴുകി. സ്കൂളിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിനടിയിലായി. സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും പാർക്കുന്ന സ്ഥലമാണ് ചൂരൽമല. ഹാരിസൺസ് തേയില എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചൂരൽമലയിലെ ഭൂരിഭാഗവും. എത്ര പേർ മരിച്ചെന്നോ എത്ര പേർ കാണാതായെന്നോ നിലവിൽ യാതൊരു ധാരണയുമില്ലാത്ത അവസ്ഥയാണ്. അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് കിലോമീറ്ററുകൾ അകലെ മലപ്പുറത്തേക്കാണ്. മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ കണ്ടെത്തിയത് 11 മൃതദേഹങ്ങളാണ്. കൈയും കാലും തലയും ഉൾപ്പെടെ വിവിധ ശരീരഭാഗങ്ങളില്ലാത്ത മൃതദേഹങ്ങൾ ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായി. 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മൃതദേഹവും അക്കൂട്ടത്തിലുണ്ട്. ഇരുട്ടുകുത്തി, പോത്തുകല്ല്, പനങ്കയം, ഭൂതാനം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അഗ്നിരക്ഷാ സേനയ്ക്ക് ആ ഭാഗത്തേക്ക് കടക്കാനായിട്ടില്ല. കണ്ടെത്തിയ മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.